നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ മറ്റൊരു വിഷുക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. നന്മയുടെ കണി കണ്ടുണരുന്ന ഈ പുണ്യവേളയിൽ വരാനിരിക്കുന്ന ഒരു വർഷം നമുക്ക് എങ്ങനെയിരിക്കും എന്നറിയാൻ എല്ലാവർക്കും സ്വാഭാവികമായി ആകാംക്ഷയുണ്ടായിരിക്കും. ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ വർഷത്തെ വിഷുഫലമാണ്. സുഹൃത്തുക്കളെ, ഈ വർഷത്തെ വിഷു സംക്രമം നടക്കുന്നത് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ശക്തിയാർന്ന നിമിഷത്തിലാണ്. സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടത്തിലെത്തുമ്പോൾ പ്രകൃതിയിലും മനുഷ്യജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ വ്യാഴം ഇടവൻ രാശിയിലും ശനി കുംഭൻ രാശിയിലും തുടരുകയാണ്. രാഹു മീനത്തിലും കേതു കന്നിയിലുമാണ്. ഈ ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം സാമ്പത്തിക രംഗത്തും കാർഷിക രംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ്. ചിലർക്കിത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും കാലമായിരിക്കും. മറ്റു ചിലർക്കോ കൂടുതൽ പരിശ്രമവും ജാഗ്രതയും ആവശ്യമായ സമയമായിരിക്കും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്: വിഷുക്കണിയുടെ ദർശനം നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ഊർജം കൊണ്ടുവരും. അതിനാൽ ഈ വർഷം നല്ല പ്രാർത്ഥനകളും ഭക്തിയോടുള്ള വഴിപാടുകളും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശുഭകരമാക്കും. ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത് ആദ്യത്തെ 3 നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക എന്നിവരുടെ വിഷുഫലമാണ്. തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബം ഈ മേഖലയിൽ എന്തെല്ലാം മാറ്റമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജ ചെയ്ത് വിഷുവിൻ്റെ അന്ന് പ്രാർത്ഥന നടത്തും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. വിഷുക്കണി കണ്ട് കണ്ണ് തുറക്കുമ്പോൾ മനസ്സിലൊരു ചോദ്യമുണ്ടാകും: ഈ വർഷം എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുമെന്ന്. ചിലർക്ക് ഒരു വീട് വയ്ക്കാനുള്ള ആഗ്രഹമായിരിക്കാം. മറ്റു ചിലർക്ക് ധനം നന്നായി വന്നു ചേരണമെന്ന ആഗ്രഹമാകാം. ചിലർക്ക് വിദേശത്ത് പോകാൻ യോഗമുണ്ടോ, അതല്ലെങ്കിൽ വിവാഹം നടക്കുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്ന് ഉത്തരം ഞാൻ തരും. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കുള്ള 2026 സമ്പൂർണ്ണ വിഷുഫലമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്ന അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലേക്ക് ഈ വിഷുവർഷം ആ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന സമയമാണ്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി അശ്വതി നക്ഷത്ര ജാതകർക്ക് ഒരു വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ പോകുന്നു. അതിൽ ധനം ധാരാളം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇത്. വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദേശത്ത് പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാനുമൊക്കെ ഈ ഒരു സമയം ഇവർക്ക് സാധ്യമാകും. ദീർഘകാലമായി വീട് വയ്ക്കണം എന്ന് സ്വപ്നം കാണുന്നവർക്ക്, അശ്വതി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള സമയമാണ്. തീർച്ചയായും അത് യാഥാർത്ഥ്യമാകും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. ശക്തമായ ഒരു ഗൃഹയോഗം നിങ്ങളിൽ കാണുന്നുണ്ട്. സ്ഥലം നോക്കി വയ്ക്കൂ, ആലോചന തുടങ്ങൂ. ദൈവാധീനം കൂടുതലുള്ള സമയമാണ്. ഈ സമയം അശ്വതി നക്ഷത്ര ജാതകർക്ക് അതൊക്കെ സാധിക്കും. രണ്ടാമത്, ഇവർക്ക് ധനയോഗം ധാരാളം വന്നു ചേരുന്ന സമയമാണ്. പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് നിന്ന് ധനം വന്നു ചേരും. കടബാധ്യതകൾ ഉള്ളവർക്ക് ആ കടബാധ്യതകളൊക്കെ തീർക്കാൻ ഇവർക്ക് സാധ്യമാകും. വലിയൊരു ആശ്വാസം ലഭിക്കുന്ന സമയമാണ്.
അതുപോലെ തന്നെ ചെറിയ നിക്ഷേപങ്ങളൊക്കെ വലിയ ഗുണം ചെയ്യുന്ന സമയമാണ്. വിദേശ യോഗമുണ്ടാകും. വിദേശത്ത് പോയി നല്ല നിലയിൽ എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. അതുപോലെ വിവാഹം നടക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും വിവാഹം നടക്കുന്ന സമയം കൂടിയാണ്. ഏതായാലും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശുഭവാർത്ത കേൾക്കാൻ സാധിക്കും. ഏതായാലും വിവാഹാലോചനയായിട്ടൊക്കെ മുന്നോട്ട് പൊക്കോളൂ. തീർച്ചയായും അത് സാധിക്കുന്ന സമയമാണ്. പോകേണ്ട ക്ഷേത്രങ്ങളുണ്ട്. മഹാദേവ ക്ഷേത്രത്തിൽ ശിവന്റെ അനുഗ്രഹം വാങ്ങുക. ഇത് കാണുന്ന അശ്വതി നക്ഷത്ര ജാതകർ ഇപ്പോൾ തന്നെ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ അഭിഷേകം നടത്തുക. നെയ്വിളക്ക് കൊളുത്തുക. ഗണപതി ക്ഷേത്രത്തിൽ മോദകം നേദ്യം ചെയ്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് പറഞ്ഞു. ഇത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ വിഷുഫലം ആവശ്യമുള്ളവർ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ദുഃഖവും ദുരിതവും സങ്കടങ്ങളും പേറി നടക്കുന്ന സമയമാണിപ്പോൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ഒരുപാട് കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചു. ആ ഭാരമൊക്കെ ഇനി ഒന്ന് ഇറക്കി വയ്ക്കൂ. ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ്. ഒരു വീട് വയ്ക്കാനുള്ള യോഗം ഭരണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. ഭരണി നക്ഷത്ര ജാതകർക്ക് ഈ വർഷം ഭൂമി, ഗൃഹം എന്നിവയുമായി ബന്ധപ്പെട്ട ശുഭകരമായ തീരുമാനം ഉണ്ടാവുകയും അത് സാധ്യമാകുകയും ചെയ്യും. ഒരു ഭൂമി വാങ്ങാനാകും. ഒരു വീടിൻ്റെ തറയിടൽ കർമ്മം നിങ്ങളെക്കൊണ്ട് സാധ്യമാകും. ഏതായാലും ഈ വിഷു നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. കഷ്ടപ്പെട്ടിരുന്ന എല്ലാ ഭരണി നക്ഷത്ര ജാതകർക്കും ഇനി സാമ്പത്തിക നില മെച്ചപ്പെടുന്ന സമയമാണ്. നിങ്ങൾക്ക് ഒരു വലിയ സഹായം ലഭിക്കും. ഒരു പുതിയ വരുമാന വഴി തുറക്കപ്പെടും. ക്ഷമ കൈവിടരുത്. ഈശ്വരവിശ്വാസവുമായി മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ ഭരണി നക്ഷത്ര ജാതകർക്ക് വിദേശ ബന്ധം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ചിലർക്ക് ഗൾഫ് യോഗം, ചിലർക്ക് യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു അവസരം. ശ്രമം തുടരുക. വഴി തെളിയും. ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അതുപോലെ ഭരണി നക്ഷത്ര ജാതകർക്ക് മംഗല്യഭാഗ്യം വന്നു ചേരുന്ന സമയം കൂടിയാണ്. വൈകിക്കൊണ്ടിരുന്ന ഒരു വിവാഹാലോചന ഈ വർഷം ഒരു ഉറച്ച തീരുമാനത്തിലേക്കെത്തും. ഹൃദയത്തിൽ വലിയ വലിയ ആഗ്രഹമുള്ളവർക്ക് ഈ വർഷം ദൈവകൃപയാൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇവർ പോകേണ്ട ക്ഷേത്രമുണ്ട്. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. ഭഗവതിയുടെ അനുഗ്രഹം ഭരണി നക്ഷത്ര ജാതകർക്ക് ഏറ്റവും ഫലപ്രദമാണ്. കൂടാതെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമ പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം. ഭരണി നക്ഷത്ര ജാതകർ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ നേട്ടമാണ്. കാർത്തിക നക്ഷത്ര ജാതകർ തീയാണ്. ആ തീ ഒരിക്കലും കെടുകയില്ല. ഈ വർഷം ആ അഗ്നി ഒരു വലിയ ഉദയമാണ്. ഒരു വീട് വയ്ക്കാനുള്ള യോഗം, വിദേശത്ത് പോകാനുള്ള യോഗം, അങ്ങനെ പല നല്ല കാര്യങ്ങളും കാർത്തിക നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഈ വർഷം ഭൂമി, ഭവന കാര്യങ്ങളിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാകും. വർഷങ്ങളായി ആഗ്രഹിക്കുന്ന ആ സ്വന്തം വീട് ഇനി ദൂരെയല്ല. അതുപോലെ ധനയോഗമുണ്ട്. ഈ വർഷം ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കാർത്തിക നക്ഷത്ര ജാതകർക്ക് കഴിയും. അതുപോലെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വിദേശ യോഗം ശക്തമാണ്. വിസ അപ്ലൈ ചെയ്തവർക്ക് ഒരു ശുഭവാർത്ത അല്ലെങ്കിൽ ശുഭവർത്തമാനം വരും. ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടവർ ധൈര്യമായിട്ട് പോവുക. തീർച്ചയായിട്ടും ദൈവം കൂടെയുണ്ട്. അതുപോലെ തന്നെ മംഗല്യഭാഗ്യം നടക്കുന്ന സമയമാണ്. ഈ വർഷം കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു ശുഭകർമ്മം വീട്ടിൽ നടക്കും. അത് വിവാഹമാകാം, അല്ലെങ്കിൽ
വിവാഹ നിശ്ചയമാകാം. ഈ ആഘോഷം കുടുംബത്തെ ഒന്നിപ്പിക്കും. പോകേണ്ട ക്ഷേത്രമുണ്ട്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. ശിവഭഗവാന്റെ ഈ ദിവ്യ സന്നിധിയിൽ കാർത്തിക നക്ഷത്ര ജാതകർ ദർശനം നടത്തൂ. കൂടാതെ മുരുകൻ്റെ ക്ഷേത്രത്തിലും ദർശനം നടത്തണം. അത് വലിയ ഗുണം നിങ്ങൾക്ക് ചെയ്യും. ശിവക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ ചെയ്യുക. അതുപോലെ തന്നെ തൃക്കാർത്തിക ദിവസം ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. മുരുകൻ ക്ഷേത്രത്തിൽ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുക. ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ്. നല്ല ഉയർച്ച, നല്ലൊരു നേട്ടത്തിൻ്റെ സമയമായിരിക്കും. അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഈ വിഷു ഒരുപാട് നന്മകൾ ഇവർക്ക് കൊണ്ടുവരും. വീട് വയ്ക്കും, ധനം നേടും, വിദേശത്തേക്ക് പോകാൻ സാധിക്കും, വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും. ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. ക്ഷേത്രത്തിലൊക്കെ പോകണം, വഴിപാടൊക്കെ നടത്തണം. നിങ്ങൾക്ക് ഒരു വലിയ വഴി ഈശ്വരനായി തുറന്നു തരും, ഉറപ്പാണ്. ഇത് പൊതുവായ ഫലമാണ്. പൂർണ്ണമായ ഫലം അറിയുവാൻ നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്കും ബന്ധപ്പെടാം. തീർച്ചയായും മറുപടി തരും. ഇനി അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഈ വർഷം ഒരുപാട് നന്മകൾ കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.